സൗമ്യ. അപ്പോൾ എല്ലാവർക്കും സൗമ്യസ് വ്ളോഗിലേക്ക് സ്വാഗതം. സോ ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത് പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. സോ റെസിപ്പിയുടെ പേരാണ് വെജിറ്റബിൾ കുഴിപ്പണിയാരം. സോ കുഴിപ്പണിയാരം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈ ബാക്കി വന്ന ഇഡ്ഡലി ദോശ മാവൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. സോ അതിൽ കുറച്ച് എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്തിട്ട് കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തിട്ട് ഒരു ഡിഫറെൻറ്റ് വേർഷൻ ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാം. സോ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ ഇൻക്ലൂഡ് ചെയ്യാനും അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സിനൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയൊരു സൂപ്പർ റെസിപ്പിയാണ്. ഒരു ചട്നിയോ അല്ലെങ്കിൽ ഒരു സാമ്പാറോ ഉണ്ടെങ്കിൽ തൊട്ട് കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. ഇനി ചട്നി സാമ്പാർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് വെറുതെ തന്നെ കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ ഞാൻ അധികം സംസാരിച്ച് നീട്ടുന്നില്ല, നമുക്ക് ഡീറ്റെയിൽ റെസിപ്പിയിലേക്ക് കടക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ആ ബെൽ ഐക്കോണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ വരും നമുക്ക് വെജിറ്റബിൾ കുഴിപ്പണിയാരം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സോ ഈ പണിയാരം വെജിറ്റബിൾ പണിയാരം ഉണ്ടാക്കാനുള്ള ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇതാണ്. സോ ഞാനിവിടെ ഒരു പാത്രത്തിൽ ദോശമാവ് എടുത്തിട്ടുണ്ട്, ഇഡ്ഡലി ദോശമാവ് അത്, പിന്നെ കുറച്ച് ക്യാരറ്റ്, ഒരു പകുതി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, പിന്നെ വറുത്തിടാൻ വേണ്ടിയിട്ട് കടുകും കറിവേപ്പിലയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, പിന്നെ ആവശ്യത്തിന് ഉപ്പും എണ്ണയും. സോ ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. സോ ഇവിടെ ഞാനൊരു പാന് ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. സോ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ആ കടുകും കറിവേപ്പിൻ്റെ ഇലയെല്ലാം ഒന്ന് പൊട്ടിച്ചിട്ട് ഈ ക്യാരറ്റ് ഒന്ന് വഴറ്റണം. സോ എണ്ണ ഒന്ന് ചൂടായി, ഇനി നമുക്കിതിലേക്ക് കടുക് ഒന്ന് ഇടാം. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും, നമുക്കിതിൽ കടലപ്പരിപ്പ് ഉഴുന്നും പരിപ്പ് ഒക്കെ ഇതിൽ ആഡ് ചെയ്യാം, ടേസ്റ്റ് കൂട്ടുകയുള്ളൂ. അതുപോലെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കാഷ്യൂനട്ടൊക്കെ ആഡ് ചെയ്യാം, ചെറുതായിട്ട് ചോപ്പ് ചെയ്ത കാഷ്യൂനട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അടുത്തത് ഈ ചോപ്പ് ചെയ്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റാം. ക്യാരറ്റിൻ്റെ ഒരു ചെറിയൊരു പച്ച മണം ഒന്ന് പോകണം. ഈ ക്യാരറ്റ് മാത്രമല്ല, ഇതിൻ്റെ കൂടെ വേറെയും വെജിറ്റബിൾസ് നമുക്ക് ആഡ് ചെയ്യാം. ബീൻസ് ഇടാം, പിന്നെ അതേപോലെ തന്നെ ക്യാബേജ് നന്നായിട്ട് ഇതേപോലെ വഴറ്റിയിട്ട് ക്യാബേജും ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ക്യാരറ്റ് മാത്രമേ ഇടുന്നുള്ളൂ. ഇതെല്ലാം നന്നായിട്ട് ക്യാരറ്റും ബീൻസും ക്യാബേജെല്ലാം നല്ല പൊടിയായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇടാം. അപ്പോൾ മാവിൽ ഓൾറെഡി കുറച്ച് ഉപ്പുണ്ടാവും, എന്നാലും ഈ ക്യാരറ്റ് അതിലും കുറച്ച് ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം. സോ ഇപ്പോൾ ക്യാരറ്റൊക്കെ ഒരുവിധം നന്നായിട്ടൊന്ന് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ മാവിലേക്ക് ഇടണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, എല്ലാം കൂടി ഒന്ന് മിക്സ് ആവട്ടെ. ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത മല്ലിയിലയും കൂടിയും ഇടുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. സ്റ്റെപ്പായിട്ട് ഇവിടെ ഒരു അപ്പം പാൻ ഞാൻ വെച്ചിട്ടുണ്ട്. സോ അതിലേക്ക് എല്ലാ കുഴിയിലേക്കും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. സോ ഇനി നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മാവ് എല്ലാ കുഴിയിലേക്കും ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഉണ്ണിയപ്പത്തിന് ഒഴിക്കുന്ന പോലെ ഒഴിക്കാം. മാവ് എല്ലാ കുഴിയിലും നമ്മൾ ഒഴിച്ചു. സോ ഇനി ഒരു സൈഡ് ഒന്ന് കുക്കായതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിടാം. സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക.
അതിൻ്റെ അടിഭാഗം നന്നായിട്ട് കുക്കായിട്ടുണ്ട്, കണ്ടാൽ തന്നെ അറിയാം. എല്ലാത്തിൻ്റെയും സൈഡ് തിരിച്ചിട്ടിട്ട് ഇനി മറ്റേ സൈഡും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വേവണം. സോ വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു നല്ലൊരു മണം വരും. സോ അപ്പോൾ ആ ഒരു വെന്തു എന്നുള്ള ആ ഒരു മണം വരുമ്പോൾ തന്നെ നമുക്കറിയാം. അല്ലെങ്കിൽ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ തിരിച്ച് ഒന്ന് നോക്കിയാലും മതി. ഇത് കണ്ടില്ലേ, ഒരുവിധം അതിൻ്റെ ഇതൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. സോ ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കുഴിപ്പണിയാരം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സോ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനും കൂടിയാണ്. എപ്പോഴും ആ ഇഡ്ഡലി ദോശ കഴിക്കണേക്കാളും ഒരു ചേഞ്ച് എല്ലാവർക്കും ഒന്ന് ഇഷ്ടമല്ലേ. അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്സ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ട് അത് യൂസ് ചെയ്യാം. ചട്നിയോ സാമ്പാറൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സോ നിങ്ങളെല്ലാവരും ഈ വെജിറ്റബിൾ കുഴിപ്പണിയാരം ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.